അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരീക്ഷയിൽ പരാജയപ്പെടുമോ എന്നത് അതൊരു വിദ്യാർത്ഥികളുടെ ഒരു പേടി സ്വപ്നം തന്നെയാണ്. അങ്ങനെയെങ്ങാനും ഉണ്ടായാൽ നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് വിചാരിക്കുന്നവരുണ്ടാകും. എന്നാൽ ഈ വർഷം നടന്ന SSLC പരീക്ഷയിൽ ഒരു കൗതുകമുണ്ട്. എല്ലാ വിഷയങ്ങളിലും ഫൈലായിട്ടും നമ്മുടെ ഇങ്ങ് കർണാടകയിലെ അഭിഷേക് എന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ അമ്മയും അച്ഛനും ചെയ്തത് കണ്ടാൽ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചു പോകും. നമ്മുടെ മക്കളെ നമ്മൾ ഇങ്ങനെയാണ് പരീക്ഷയിൽ തോറ്റാൽ അവർ പരീക്ഷയിൽ തോറ്റാൽ നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്? മറിച്ച് ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. അമ്മയും അച്ഛനും മകനോട് പറഞ്ഞത്, പോട്ടെ മോനെ, നമുക്ക് അടുത്ത വർഷം നോക്കാം. എന്നിട്ടവർ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഈ അഭിഷേക് എന്ന വിദ്യാർത്ഥിക്ക് 6 വിഷയങ്ങളിലും നേരിട്ടത് പരാജയം തന്നെയാണ്. 625 ആകെ മാർക്ക് കിട്ടിയത്, അതിലാകെ മാർക്ക് കിട്ടിയത് 200 മാർക്കാണ്. 625 മാർക്കിൽ ആകെ കിട്ടിയത് 200 മാർക്കാണ്. എന്നിട്ടും ആ അമ്മയും അച്ഛനും കുട്ടിയുടെ ആത്മവിശ്വാസം തകരാതിരിക്കാൻ വേണ്ടി അവൻ പരീക്ഷയിൽ തോറ്റെങ്കിലും ഒരിക്കലും ജീവിതത്തിൽ തോൽക്കരുത് എന്ന് അമ്മയുടെയും അച്ഛൻ്റെയും പ്രവൃത്തി അപാരം തന്നെയാണ്. മറിച്ച് നമ്മുടെ മക്കളായിരുന്നുവെങ്കിൽ അങ്ങനെയല്ലായിരുന്നു ചെയ്യുന്നത്. അവനെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുമായിരുന്നു. ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെ പറയുമായിരുന്നു. എന്തു വന്നാലും നമ്മൾ കൂടെയുണ്ട് എന്ന് ആ അച്ഛനും അമ്മയും പറയുമ്പോൾ ഈ അഭിഷേക് എന്ന വിദ്യാർത്ഥിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എടുക്കാൻ പോകുന്ന അധ്വാനത്തെ അതിനെക്കുറിച്ച് അവൻ ചെയ്ത അധ്വാനത്തെ പ്രശംസിച്ചുകൊണ്ട് കേക്ക് മുറിച്ചാണ് മാതാപിതാക്കൾ ആഘോഷിച്ചത്. കർണാടകയിലെ ബാഗൽകോട്ടയിലുള്ള ഭക്ഷ്യവേശ്വർ എന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിഷേക് പഠിക്കുന്നത്. ആകെ വിദ്യാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞത് ആകെ 30% മാർക്ക് മാത്രമായിരുന്നു. ഇങ്ങനെ തോൽക്കുമ്പോൾ പല വിദ്യാർത്ഥികളും നേരിടുന്ന ഒരുപാട് ശിക്ഷകളും വിദ്യാർത്ഥികളെ പിന്നോട്ട് തള്ളിവിടുന്ന ഒരു മാർഗമുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ലോകം ഇങ്ങനെയുള്ള ഒരു മാതാപിതാക്കൾ ഒരു മികച്ച പാരൻറ്റിങ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്തത്. ഈ കുടുംബം അവൻ്റെ പരിശ്രമത്തെ അംഗീകരിക്കലാണ് ഇവിടെ ചെയ്തത് എന്ന് അച്ഛൻ തന്നെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അവനിക്ക് മുമ്പോട്ട് നടക്കാനുള്ള ആത്മവിശ്വാസം ഇത് ഇങ്ങനെ കിട്ടണമെന്നുള്ള അച്ഛൻ്റെയും അമ്മയുടെയും വിശ്വാസം ഇങ്ങനെയാവണം. മാതാപിതാക്കൾ മക്കള് അവരേത് വിഷയത്തിൽ പരാജയപ്പെട്ടാലും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നല്ലവണ്ണം മോട്ടിവേഷൻ കൊടുക്കുക. അല്ലാതെ അവരെ കുറ്റം പറഞ്ഞ് ചീത്ത പറഞ്ഞ് മറ്റുള്ള വിദ്യാർത്ഥികളോടൊപ്പം താരതമ്യം ചെയ്ത് അങ്ങനെ വഴക്ക് പറഞ്ഞ് അവരുടെ ഭാവി നശിപ്പിക്കരുത്. എൻ്റെ മാതാപിതാക്കളോട് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടെങ്കിലും നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.